ഞാനിന്നൊരു മുട്ടക്കറി വയ്ക്കാൻ തീരുമാനിച്ചേ. അതിനുവേണ്ടി ഞാനൊരു ഉരുളക്കിഴങ്ങും ഒരു സവാളയും എടുത്തു. സവാള ചെറുതായി അരിഞ്ഞു, വെളുത്തുള്ളി എടുത്തു, കുറച്ച് വെളുത്തുള്ളി, പിന്നെ ഒരു ഇഞ്ചി എടുത്തു കേട്ടോ. ആ ഇഞ്ചി ഒന്ന് കഴുകി തൊലി കളഞ്ഞെടുത്ത് 2 തക്കാളി എടുത്തു, അതൊന്ന് ചെറുതായിട്ടൊന്ന് അരിഞ്ഞു. എന്നിട്ട് 2 പച്ചമുളക് എടുത്തു, അതും അരിഞ്ഞ് ഇതെല്ലാം കൂടി കണ്ടോ, ഇത്രയും തക്കാളി, ഇഞ്ചി, വെളുത്തുള്ളി, ഉരുളക്കിഴങ്ങ്, കറിവേപ്പിൻ്റെ ഇല, സവാള, ഇച്ചിരി ഒരു മുറി നാളികേരെടുത്ത് ഒന്ന് വറുത്തു കേട്ടോ. വറുത്തിട്ട് അതൊന്ന് നന്നായിട്ട് ഇതൊരു ബ്രൗൺ കളറാവും നേരം ഞാൻ വറുത്തു കേട്ടോ. വറുത്തിട്ട് നന്നായി ചുമന്ന് വന്നപ്പോൾ അതിനകത്തേക്ക് കുറച്ച് മല്ലിപ്പൊടി, കുറച്ചെന്ന് പറയുമ്പോൾ 2 സ്പൂൺ മല്ലിപ്പൊടി, 3 സ്പൂൺ മല്ലിപ്പൊടി നിങ്ങൾക്ക് അനുസരിച്ച് കേട്ടോ. നീട്ടം വെക്കണമെന്നുണ്ടെങ്കിൽ കുറച്ചും കൂടി കറി വേണമെന്നുണ്ടെങ്കിൽ കുറച്ചൊരു 3-4 മല്ലിപ്പൊടി ഇട്ടാലും കുഴപ്പമില്ല. മല്ലിപ്പൊടി ഇടാം. എന്നിട്ട് ആവശ്യത്തിന് എരിവിനനുസരിച്ച്, എരിവ് കുറവ് വേണ്ട ആൾക്കാർക്ക് കുറച്ച് എരിവ് ഇട്ടാൽ മതി. ഞാൻ 2 സ്പൂൺ മുളക് പൊടി ഇട്ടേക്കണം കേട്ടോ. നാളികേരം ആയതുകൊണ്ട് തന്നെ അത് എരിവ് കുറഞ്ഞ ഒരു ചൊടി ഉണ്ടാവില്ലല്ലോ. പക്ഷേ എൻ്റെ അടുത്ത് ചിക്കൻ പൗഡറിൻ്റെ പെട്ടിയിലൊന്നുമല്ല കേട്ടോ, ഞാൻ പാക്കറ്റിലായിരുന്നു. അപ്പോൾ 2-3 സ്പൂൺ ചിക്കൻ പൊടി ഇട്ടു. എന്നിട്ട് അതെല്ലാം കൂടി ഒന്ന് ചൂടാക്കിയെടുത്തു, നന്നായിട്ടൊന്ന് ചൂടാക്കിയെടുത്തു. എന്നിട്ട് അതൊന്ന് മാറ്റി വെച്ചിട്ട് പിന്നെ ആ ചട്ടിയിൽ തന്നെ കുറച്ച് എണ്ണ ഒഴിച്ച് സവാളയും പച്ചമുളകും കറിവേപ്പിലയും ഇട്ട് നന്നായി വഴറ്റി അത് കിടന്ന് തക്കാളി ഇട്ടു. എന്നിട്ട് അത് നന്നായിട്ടൊന്ന് വഴറ്റിയെടുത്തു. എന്നിട്ട് നാളികേരം അരച്ചതും ഈ വഴറ്റിയതും എല്ലാം കൂടി ഇട്ട് നന്നായി തിളപ്പിച്ചു. എന്നിട്ട് അതിനകത്തേക്ക് നമ്മൾ മുട്ട പുഴുങ്ങി വെച്ചിരുന്നല്ലോ, മുട്ടയിട്ടു. ഇതാണ് കേട്ടോ എൻ്റെ മുട്ടക്കറി. എങ്ങനെയുണ്ടെന്ന് പറയണേ. ഇഷ്ടപ്പെട്ട സബ്സ്ക്രൈബ് ചെയ്യണേ, ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക.